സോ അങ്ങനെ ആരോടും പറയാണ്ട് ഒരു ഫെബ്രുവരി 7 രാത്രി ആരോടും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചു, ഇങ്ങോട്ട് പോരാ, ഞങ്ങൾ ഇന്ന ദിവസം പോവുക എന്ന് പറഞ്ഞാൽ ഞാനും ഹസ്ബൻഡും കൂടെ ആട്ടോ വരുന്നത്. അപ്പോൾ അങ്ങനെ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ കയറുക. സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യനെ അറിഞ്ഞിട്ടില്ല നമ്മൾ പോവുക എന്നുള്ളത്. അടുത്ത വീട്ടിലെ 2-3 പേരെ അറിഞ്ഞു, ഫ്രണ്ട്സൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത്ര നാൾ വെയിറ്റ് ചെയ്ത്, എനിക്കറിയത്തില്ല, എനിക്കൊന്ന് ഓഗസ്റ്റിൽ ഞാൻ ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്താൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 5 മാസം കറക്റ്റ് ഞാൻ വെയിറ്റ് ചെയ്തു. 6ാമത്തെ മാസം ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മൾ കയറി വരുന്നത്. ഇവിടെ വന്ന് കുറേ സ്ഥലത്ത് അപ്ലൈ ചെയ്യണം, ഇൻ്റർവ്യൂവിന് പോകണം എന്നൊക്കെയുള്ള ഒരു ചിന്തയല്ല നമ്മൾ വരുന്നത്. നമ്മൾ ജോബ് സെറ്റായിട്ടല്ല വരുന്നത്. സാധാരണ നേഴ്സുമാർ നാട്ടിൽ നിന്ന് തന്നെ ഓഫർ ലെറ്ററൊക്കെ കിട്ടി ഇവിടെ വന്ന് നേരെ ജോലിക്ക് കയറുക ചെയ്യുന്നത്. പക്ഷേ ഞാൻ വീണ്ടും റിസ്ക് എടുത്തിട്ടാണ് വന്നത്. പക്ഷേ എന്നെ കൊണ്ടുവരുന്ന ആൾ പറയുന്നുണ്ട്, നിനക്ക് എന്തായാലും ഞാൻ ജോലി മേടിച്ചു തരും, ഞാൻ എന്തായാലും ജോലി മേടിച്ചു തരും, നീ ടെൻഷൻ അടിക്കണ്ട. പക്ഷെ എനിക്ക് എന്തോ ഫ്രസ്ട്രേഷനാണ്, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളിവിടെ ഇൻഡസ്ട്രിയൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആളുടെ കമ്പനിയിൽ ഞാൻ വന്ന അന്ന് തന്നെ ഒരു 8-ാം തീയതി ഞാനിവിടെ വന്നു. 8-ാം തീയതി ഉച്ചയായപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ വാ നമുക്ക് കമ്പനിയിൽ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവരുടെ കമ്പനിയിൽ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോവാം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ നേഴ്സിംഗ് അഡ്മിൻ്റെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. അതായത് ആൾ ലീവാണ്. അപ്പോൾ തൽക്കാലം അങ്ങോട്ടേക്ക് ജോലിക്ക് കയറണമെന്ന് ചോദിച്ചു. ഞാൻ എന്തായാലും വന്ന സ്ഥിതിക്ക് അവിടെ ജോലിക്ക് കയറാമെന്നുള്ള രീതിക്ക് നിന്നു. അപ്പോൾ ഈ പുള്ളി എന്നെ കൊണ്ടുപോയിട്ട് എന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. നീ തൽക്കാലം ഇവിടെ ഇരിക്കുക, നമുക്ക് ഇവിടുന്ന് തന്നെ ഇപ്പോൾ തൽക്കാലം വന്നിട്ട് വീട്ടിലിരിക്കണ്ട, ഇവിടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂവിന് പോയിട്ട് വേറെ എങ്ങോട്ടെങ്കിലും മൂവ് ആകാമെന്നുള്ള രീതിക്ക് പുള്ളി എന്നെ അവിടെ അഡ്മിനായിട്ട് ഇരുത്തി. അവിടെ ഇരുന്നിട്ടാണ് പിന്നെ എനിക്ക് ഓരോ ചിന്തകൾ വരുന്നത്. എവിടെ കയറണം, ഇവിടുത്തെ സിറ്റുവേഷൻസ് എങ്ങനെയാണ്, ഹോസ്പിറ്റൽ നോക്കണോ ക്ലിനിക്ക് നോക്കണോ, അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ആയിരുന്നു. ഇതിനിടയ്ക്ക് ഏറ്റവും വലിയൊരു കാര്യം ഞാൻ നേരിട്ടത്, എനിക്ക് പ്രൊഫഷണൽ ഇമെയിൽസ് അയക്കാനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വലിയ ഗ്രാഹ്യമില്ല. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഇൻഡസ്ട്രിയൽ നേഴ്സുമാരുടെ ഒരു കമ്പനിയാണത്. അപ്പോൾ അവിടെ കയറിയിട്ട് അവിടുത്തെ പരിപാടിയും പണിയൊക്കെ പഠിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഇവർ മൊത്തം അറബികളായതുകൊണ്ട് എനിക്ക് അവിടെ ഭയങ്കര അൺകംഫർട്ടബിളായിരുന്നു. നമ്മുടെ ഒരു നഴ്സിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ കുറേ കൊളീഗ്സ് ഉണ്ടാകും, കുറേ ഫ്രണ്ട്സ് ഉണ്ടാകും. പക്ഷെ ഇതൊന്നും അവിടെ ഇല്ല, ഫുൾ അറബികളാണ്. അതിനിടയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് പണിയെടുക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. ഞാൻ എന്തായാലും ആ ഒരു മന്ത് കംപ്ലീറ്റ് ആവുന്നതിന് തന്നെ ഞാൻ പറഞ്ഞു, ഓക്കെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് മാറണം. അപ്പോൾ പുള്ളി പറഞ്ഞു, ഓക്കെ ഒരു മാസം സാലറി മേടിച്ചിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിരിക്കും. ഞാൻ അതിനിടയ്ക്ക് കണ്ട എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ നൗക്കറിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എല്ലാ ആപ്ലിക്കേഷൻ എടുത്ത് CV അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. പുള്ളിക്ക് ഇവിടെ അത്യാവശ്യം നല്ല കോൺടാക്റ്റ് ഉണ്ട് കേട്ടോ, എല്ലായിടത്തും വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അറിയാം. അതുപോലെ കുറേ ഫ്രണ്ട്ഷിപ്പ് ബോൺസും ഉണ്ട്. അങ്ങനെ കുറേ പേരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കുറേ വേക്കൻസീസൊക്കെ പുള്ളിക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാം. പുള്ളി അപ്പം അതിനനുസരിച്ച് പുള്ളി മൂവ് ആകുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് മൂവ് ആകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗോഡ്സ് ഗ്രേസ് എന്ന് പറഞ്ഞ പോലെ ഞാൻ ആ ഒരു ഫെബ്രുവരി ലാസ്റ്റ് ആയപ്പോഴേക്കും എനിക്ക് എങ്ങനെയെങ്കിലും ചാടണം എന്ന് നോക്കിയിരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തൊരു പ്രൊജക്റ്റിൻ്റെ ഒരു മീറ്റിങ്ങിന് പോയേക്കാം. അന്ന് ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഡോക്ടർ ഓടി വന്നിട്ട് പറഞ്ഞു, മറ്റേ ഇതെടുക്കുക, അതിനകത്ത് ഇങ്ങനെ ഫീമെയിൽ വേക്കൻസി വന്നിട്ടുണ്ട്, നീ ഫീമെയിൽ വേക്കൻസിയിലോട്ട് നീ വേണേൽ കയറിക്കോളാൻ പറഞ്ഞു. സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡായി. അപ്പോൾ തന്നെ ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്, അപ്പോൾ ഇതാ പറയുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഓക്കെ നിനക്ക് സന്തോഷമായില്ലേ, തേടിയ വള്ളി കാലി ചിട്ടി എന്ന് പറഞ്ഞ പോലെ ഞാൻ ഉദ്ദേശിച്ച ഒരു സാലറി പാക്കേജ് എനിക്ക് കിട്ടി. അതുപോലെ ഒരു ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ നേഴ്സായിട്ട് പോകാനും പറ്റുന്നുണ്ട്, ഞാൻ ഉദ്ദേശിച്ച ഒരു സാലറിയും കിട്ടുന്നുണ്ട്, എന്നാൽ വലിയ സ്ട്രെസ്സും ഇല്ല. അങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞപ്പം നമ്മളത് എഗ്രി ചെയ്ത് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. കമ്മിങ് മന്തിൽ നമ്മളതിലോട്ട് പോകണം എന്നുള്ളൊരു ഓപ്ഷൻ വന്നു. ആദ്യം പറഞ്ഞിരുന്നത് ഒരു മെയിൽ നേഴ്സ്, ഒരു ഫീമെയിൽ നേഴ്സ്, ഒരു ആംബുലൻസ് ഡ്രൈവർ, ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പം
എനിക്ക് പിന്നെ ടെൻഷൻ തുടങ്ങി കേട്ടോ. കാരണം ഇൻഡസ്ട്രിയൽ ഫീൽഡ് എന്താണെന്നുള്ളത് ഞാൻ കുറേ യൂട്യൂബിൽ അവിടെ ഇവിടെയൊക്കെ സെർച്ച് ചെയ്തു. വർക്ക് ചെയ്യുന്ന ആരെങ്കിലും വ്ളോഗ്സും കാര്യങ്ങളും ഉണ്ട്, എന്താ വർക്ക് നമുക്കറിയാമല്ലോ. പൊതുവേ അതൊരു ഒത്തിരി ഫെമിലിയർ അല്ലാത്ത ഒരു ഫീൽഡ് ആയതുകൊണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാർച്ചിൽ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു. മാർച്ചിൽ നമുക്ക് ഒരു ഇവിടെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഓഫീസ് 9 തൊട്ട് രാത്രി 1 മണി വരെയാണ് ഓഫീസ് ടൈം. അപ്പോൾ ഈ നൈറ്റ് ഞാൻ പോയിരുന്നിട്ട് ഞാൻ വീഡിയോസൊക്കെ നോക്കും. ആരെങ്കിലും ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ അവരുടെ ഡേ ഇൻ മൈ ലൈഫ് എന്തെങ്കിലും വീഡിയോസ് ഇട്ടിട്ടുണ്ടോ, വർക്ക് എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പം ഒരു ചേട്ടൻ അതിൽ പറയുന്നുണ്ട്, ഒരു ഷെഡിലായിരിക്കും നമ്മുടെ ക്ലിനിക്ക്. അതായത് ഭയങ്കര ചൂടും പൊടിയുള്ള ഇൻഡസ്ട്രിയൽ ഫീൽഡാണല്ലോ. അപ്പം ഭയങ്കര ദൂരെ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും പോയിട്ട് നല്ല ചൂടുള്ളിടത്ത് ഈവൻ വെള്ളം പോലും കുടിക്കാൻ കിട്ടത്തില്ല, നമ്മൾ കൊണ്ടുപോകുന്ന വെള്ളം കുടിക്കാൻ പോലും തികയത്തില്ല. ഒരു ഷെഡിലായിരിക്കും ക്ലിനിക്ക്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. സൈറ്റിലൊക്കെ പോയിട്ട് ഈ പൊടിയും ചൂടൊക്കെ ഉള്ളപ്പോൾ സൈറ്റിലൊക്കെ പോയിട്ട് എംപ്ലോയീസിനെ നോക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളുടെ വീഡിയോ ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. അന്ന് വീണ്ടും എനിക്ക് ടെൻഷൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ഈ പുള്ളിയുടെ അടുത്ത് ഞാൻ വന്നിട്ട് അറിയാശോ അത് വേണോ ഹോസ്പിറ്റലിലോട്ട് വരാം. അപ്പോൾ എന്നെ പുള്ളി നല്ല ചീത്ത വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഒരിടത്ത് നീ ഉറച്ച് നിൽക്കാത്തതുകൊണ്ടാണ്, നീ ഇങ്ങനെ ചാടി ചാടി കളിക്കുന്നതുകൊണ്ടാണ് നിനക്കൊന്നും പറ്റാത്തത്, നിങ്ങൾക്ക് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നതല്ലേ, ഇങ്ങനെയല്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ കുറേ എന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ നോക്കി. പക്ഷെ എൻ്റെ മനസ്സ് ഇവിടെ പോകണോ അതോ ഹോസ്പിറ്റലിൽ നോക്കണോ എന്നുള്ളൊരു ചിന്തയായി. അങ്ങനെ ഫൈനലി ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ ടോസ് ഇട്ടുകൊണ്ട് നടക്കുക, പോണോ വേണ്ടോ ഭയങ്കര ടെൻഷൻ. അപ്പോൾ ചില സമയത്ത് എൻ്റെ മനസ്സ് പറയും ഓക്കെ റിസ്ക് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടത്തില്ല. ചില സമയത്ത് മനസ്സ് പറയും എല്ലാവരെയും പോലെ എനിക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്താൽ പോരെ, ഞാൻ എന്തിനാണ് ഈ റിസ്ക് എടുക്കുന്നത് എന്നുള്ളത്. കുറേ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കുമല്ലോ, ഞാനത് രണ്ടും നോക്കിയില്ല. ഞാൻ ആകെ നോക്കിയത് ഇങ്ങനെയാണ്, സൗദിയിൽ വരുന്ന ഫീമെയിൽ നേഴ്സസ് ഓൾമോസ്റ്റ് എല്ലാവരും MOD MOH ഒക്കെ കയറുന്നത്. പിന്നെ എന്തുകൊണ്ട് എനിക്ക് ആ വഴി ചിന്തിച്ചുകൂടാ, ഞാൻ എന്തിനാണ് വേറൊരു വഴിക്ക് പോകുന്നത്, ഇൻഡസ്ട്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ലൈഫ് പോകത്തില്ലേ, ഇനിയിപ്പോൾ വല്ല മരുഭൂമിയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പെടൂലോ, അങ്ങനെയൊക്കെ ഓർത്ത് ഭയങ്കര കൺഫ്യൂസ്ഡായി. ജോലി എങ്ങനെയായിരിക്കും, ഒരു ഷെഡിലൊക്കെ ഒറ്റയ്ക്കിരുന്ന് വർക്ക് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, വേറെ സ്റ്റാഫ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കൺഫ്യൂഷൻ അടിച്ചിരുന്നപ്പോഴാണ്. പക്ഷേ ഈ ചേട്ടൻ എൻ്റെ അടുത്ത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു, ഭയങ്കരമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തു. ഓക്കെ നീ പോയി നോക്ക്, നീ ഫസ്റ്റ് ഡേ അവിടെ ഒരു നമുക്കൊരു ഓറിയൻറ്റേഷൻ ഉണ്ടാവുമല്ലോ, അതിന് പോയി നോക്കിയിട്ട് നിനക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നീ തിരിച്ചു പറയാം, നമുക്ക് വേറെ നോക്കാം, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആളും പറഞ്ഞു, ഓക്കെ നീ ഫസ്റ്റ് ഡേ പോയി നോക്ക്, നിനക്ക് അവിടെ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ജോബിൻ്റെ മൊത്തം ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നി, നിനക്ക് പോയിട്ട് അവിടെ സേഫ് എല്ലാം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നീ പിറ്റേ ദിവസം തൊട്ട് പോകണ്ട, അങ്ങനെ ഒരു ഓപ്ഷനിലെത്തി നിൽക്കാം. അപ്പോഴാണ് പെട്ടെന്ന് ഒരു സഡൻ ചേഞ്ച് വരുന്നത്. ഈ ഒരു നേഴ്സ്, ഒരു ഫീമെയിൽ നേഴ്സ്, ഒരു മെയിൽ നേഴ്സ്, ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞു കൊടുത്ത് 3 ഫീമെയിൽ നേഴ്സ്, 3 മെയിൽ നേഴ്സ്, ഒരു കോർഡിനേറ്റർ, ഒരു ആംബുലൻസ് ഡ്രൈവർ, ഈ ഒരു വേക്കൻസിയിലോട്ട് മാറിയത്. അപ്പോൾ പിന്നെ ഈ ഒരു ഫീമെയിൽ നേഴ്സസിനെ തപ്പലായി. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിക്കുക, പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ജോയിനിങ്ങാണ്, സമയമില്ല, 2 ദിവസത്തിനുള്ളിൽ അവിടെ ജോയിൻ ചെയ്യണം. അപ്പം ഫസ്റ്റ് സെക്ഷൻ ഈ ബോയ്സിനെ വിട്ടു, മെയിൽ നേഴ്സുമാരെ എല്ലാവരെയും വിട്ടു, ഫീമെയിൽസ് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള കോൺടാക്ട്സിലൊക്കെ വിളിച്ച് നോക്കി, ഒരാളെ പോലും കിട്ടാനില്ല. കാരണം ഇൻഡസ്ട്രിയൽ ഫീൽഡ് ആയതുകൊണ്ട് ഈ ഫീമെയിൽ നേഴ്സുമാർക്ക് എന്നെപ്പോലെ തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനന്ന് അഡ്മിനായിട്ട് അവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ആൾ ഹസ്ബൻഡുമായിട്ടാണ് വന്നത്. ആളുടെ അടുത്ത് ഇങ്ങനെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. ആൾക്ക് നിൽക്കണമെന്നുണ്ട് നിൽക്കണമെന്നുണ്ട് എന്ന് എങ്ങനെ വർക്കെന്നും അറിയത്തില്ല. ആ ഒരു കൺഫ്യൂഷനിൽ ചാടിക്കളിച്ച് ആൾ കയറാമെന്ന് പറഞ്ഞു. പക്ഷെ ആൾ ഫൈനലൈസ് ചെയ്ത് നാളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഇൻഡസ്ട്രിയൽ ഫീൽഡ് എനിക്ക് ഓക്കെ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ലാസ്റ്റ് ഞാൻ ഒരു ഫീമെയിലും പിന്നെ 2 പാകിസ്ഥാനി ഫീമെയിൽസും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ജോലിക്ക് വരിക. ഫസ്റ്റ് ഡേ വന്ന് നമുക്കൊരു ഓറിയൻറ്റേഷൻ ഉണ്ട്. ആ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ ഈ പറഞ്ഞ പോലെ ഒരു ഷെഡിലാണ് കൊണ്ടുവന്നിരുത്തിയത്. അപ്പോൾ നമ്മൾ ഈ 7 പേരും
ഡ്രൈവറും കൂടെ മൊത്തം 8 പേര് ഈ ഷെഡിനകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ക്ലാസ് കേൾക്കുക. അതായത് ഇവിടെ ഇന്നൊക്കെയാണ് ചെയ്യേണ്ടത്, നിങ്ങളൊരു എമർജൻസി വന്ന് ഇങ്ങനെ മാനേജ് ചെയ്യണം, ഈ സൈറ്റ് ലൊക്കേഷൻ തരും, നിങ്ങൾ സൈറ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ ഇട്ട് തരും, സെൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ലൊക്കേഷൻ പോയിട്ട് നിങ്ങളിത് ചെയ്യണം. ഫീമെയിൽസിന് പോകേണ്ട, മെയിൽസാണ് പോകേണ്ടത്. ഇതാണ് കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ കുറേ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു തന്നു. ഞാൻ വിചാരിച്ചു അപ്പം ഞാനത് മനസ്സിൽ വിചാരിച്ചു ഞാൻ എന്തായാലും ഇവിടെ വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, ഇന്ന് എന്തായാലും ചെന്നു, നാളെ തൊട്ട് എവിടെയെങ്കിലും ഇൻ്റർവ്യൂസിന് പോകണം, CV സബ്മിറ്റ് ചെയ്യണം. ഇവിടെ എനിക്ക് പറ്റത്തില്ല, കാരണം അതൊരു ഷെഡാണ്, പുറത്ത് മൊത്തം മരുഭൂമി പോലെയാണ്, ഭയങ്കര ഡസ്റ്റിയാണ്, നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അവർ പറഞ്ഞു കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുക, നമുക്ക് ഫുൾ ഒരു ഓറിയൻറ്റേഷൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2-3 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്ത് അവരുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ ഓറിയൻറ്റേഷൻ തന്നു. ഓറിയൻറ്റേഷന് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി, കാരണം അത്രയും നല്ലൊരു ഫെസിലിറ്റി, അത്രയും നല്ലൊരു സൈറ്റാണ് നമുക്ക് കിട്ടിയത്. ഫുള്ള് കംപ്ലീറ്റ് ഓഫീസ് വർക്കാണ്. അത് ജസ്റ്റ് ഷെഡ് കാണിച്ച് നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രോ തരാൻ വേണ്ടിയിട്ട് ഷെഡ് കാണിച്ചു എന്നേ ഉള്ളൂ. മറ്റേ നമ്മുടെ സൈറ്റിലിരിക്കുന്നവർ ഓൾമോസ്റ്റ് സൗത്ത് ആഫ്രിക്കൻസ്, അതുപോലെ യൂറോപ്യൻസ്, അങ്ങനെ ഹൈടെക് എൻജിനീയേഴ്സ് ഇരിക്കുന്ന ഒരു സൈറ്റിലോട്ടാണ് നമ്മൾ വന്നത്. ആ സൈറ്റിൽ ഫസ്റ്റ് ഇൻട്രോയ്ക്ക് കയറിയപ്പോൾ തന്നെ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഞാൻ ഓക്കെ എന്നുള്ള മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ഫൈനലൈസ് ചെയ്തു, നമ്മളിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയാണ് എനിക്ക് ഈ ജോബ് കിട്ടിയിട്ടുള്ളത്. ഇൻഡസ്ട്രിയൽ ഫീൽഡിനെ പറ്റി ഫീമെയിൽസ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള നോളജ് എല്ലാവർക്കും കുറവാണ്. സത്യം പറഞ്ഞാൽ ഫീമെയിൽസ് വർക്ക് ചെയ്യുന്നുണ്ട്, വളരെ റെയറാണ് മാത്രമേ ഉള്ളൂ. മലയാളീസ് കൂടുതലും ഫിലിപ്പീൻസ് അല്ലെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനികളാണ് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. നമുക്ക് സൗദിയിൽ ദമാം, ജദ്ദ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ അത്യാവശ്യം നല്ല ഇൻഡസ്ട്രിയൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ നിങ്ങളത് എക്സ്പ്ലോർ ചെയ്യുക. ഫാമിലി ആയിട്ട് ഇവിടെ താമസിക്കുന്നവർക്ക് എന്തുകൊണ്ട് ഇൻഡസ്ട്രിയൽ ഫീൽഡ് വളരെ സ്യൂട്ടബിളാണ്. അറ്റ്ലീസ്റ്റ് വൺസ് നിങ്ങൾ ഹോസ്പിറ്റലിലെ സ്ട്രെസ്സും ഹെക്റ്റിക് ആയിട്ടുള്ള എൻവിറോൺമെൻറ്റും ഒക്കെ വിട്ട് ഇൻഡസ്ട്രിയൽ ഫീൽഡിലെ ഓപ്പർച്യൂണിറ്റീസ് ചൂസ് ചെയ്യാമെന്നാണ് ഞാൻ പറയുള്ളൂ. സോ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുക. ഇൻഡസ്ട്രിയൽ ഫീൽഡിൻ്റെ അടുത്ത വിശേഷങ്ങളായിട്ട് വരുന്ന വീഡിയോസിലൊക്കെ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.